കോൺഗ്രസിന്റെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു പേരായിരുന്നു ഉറപ്പുള്ള മന്ത്രിസ്ഥാനം, അല്ലെ? ഉറപ്പുള്ള മന്ത്രിസ്ഥാനമുള്ള പട്ടിക തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയിൽ ഒരു പ്രഥമ സ്ഥാനീയനായിരുന്നു തൃത്താലയിൽ നിന്നുള്ള നിയുക്ത MLA ആയിട്ടുള്ള VT ബൽറാം. VT ബൽറാമിൻ്റെ മൂന്നാമത്തെ ടൈമാണ് MLA ആയിട്ട് വരാൻ പോകുന്നത്. 2011-ലും 2016-ലും അദ്ദേഹം വിജയിച്ചിരുന്നു. 2021-ൽ അദ്ദേഹം തോറ്റു. 2026-ൽ അദ്ദേഹം വീണ്ടും ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രഥമ സ്ഥാനീയനായി പരിഗണിക്കപ്പെട്ടിരുന്ന VT ബൽറാം ഇന്ന് മന്ത്രിയല്ല. ആ ചർച്ചകളിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നതല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായേക്കാവുന്ന പരിഗണന തട്ടിത്തെറിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് ഈ VT ബൽറാമാണ് ഈ തൃത്താലയിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ VT ബൽറാം തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കറ കളഞ്ഞ ഒരു KC ഭക്തനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മണ്ഡലത്തിൽ, തൃത്താല മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവത്തിൽ തൃത്താലയിൽ ബൽറാം നേരിട്ട കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അവിടുത്തെ NSSുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളാണ്. ഈ NSSുമായിട്ടുള്ള അസ്വാരസ്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ തോൽവിയിലേക്ക് നയിച്ചത് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിനും ക്യാമ്പിനും കുറച്ച് കാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമായിരുന്നു. അവിടുത്തെ NSSുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം ഇടപിടിപ്പിച്ചത് ഈ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാലിനായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ തൻ്റെ കൂടെ നിൽക്കുന്നൊരു നേതാവല്ലേ എന്ന പരിഗണനയോട് കൂടിയിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. അവിടെ അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ, ബൽറാമിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ കടുപ്പമുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രചരണം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഫണ്ടിന് വല്ലാതെ ഷോർട്ടേജ് വരുന്നുണ്ട്. ആ ഫണ്ടിന് ഷോർട്ടേജ് വരുമ്പോഴും അദ്ദേഹം ആശ്രയിക്കുന്നത് AICC സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെയാണ്. KC വേണുഗോപാൽ വളരെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഈ നിരീക്ഷകർ, ഇത് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും വന്നല്ലോ, നിരീക്ഷകരുടെ മുമ്പിലും അദ്ദേഹം ആരാണ് MLAമാരുടെ മനസ്സിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത് KC വേണുഗോപാൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ KC വേണുഗോപാൽ എന്ന് അദ്ദേഹം ഈ കേന്ദ്ര നിരീക്ഷകരുടെ മുമ്പിൽ പറയുകയും എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല രസമാണ്. ഈ നിരീക്ഷകരുടെ കൂടെയുള്ളത് ഈ ദീപാദാസ് മുൻഷിയുണ്ട്. സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ദീപാദാസ് മുൻഷി വഴി KC വേണുഗോപാൽ അറിയും. KC വേണുഗോപാൽ തൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിയാലോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിന് ശേഷം ഹൈക്കമാൻഡിനെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതായത് എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് VD സതീശനാണ്, VD സതീശനെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത്, KC വേണുഗോപാലിനെ അല്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്നൊരു സംഭവം അങ്ങ് അവതരിപ്പിക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ. ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെ ഒപ്പം നിന്ന് സീറ്റ് കിട്ടുകയും KC വേണുഗോപാലിനെ കൂടെ നിർത്തി മത്സരിക്കുകയും KC വേണുഗോപാൽ ശരിയാക്കി കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് മത്സരിക്കുകയും ചെയ്ത VT ബൽറാം രായ്ക്ക് രാമായണം അപ്പുറത്തേക്ക് മാറുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നത് VD സതീശന് അനുകൂലമായിട്ടാണ് ഇവിടുത്തെ ജനവിധി, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരം, അല്ലെങ്കിൽ UDFൻ്റെയും സഖ്യകക്ഷികളുടെയും വികാരം VD സതീശന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഇത്തരത്തിൽ കളം മാറിയ VT ബൽറാം തൊട്ടടുത്ത ദിവസം തന്നെ VD സതീശനോട് ചേർന്ന് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ചില വിഷ്വൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, VD സതീശൻ സംസാരിക്കുമ്പോൾ കസേരയുടെ കൈക്ക് മുകളിൽ ഒരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട് ബൽറാം. അതായത് അത്ര വിധേയനായിട്ട് നിൽക്കുന്ന ഒരു ബൽറാമിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അങ്ങോട്ട് കേൾക്കുന്ന ചർച്ചകളിലെല്ലാം VT ബൽറാം ഒരു ഉറപ്പായിട്ടുള്ള ഒരു മന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മന്ത്രിയാണ് എന്ന രീതിയിലുള്ള, VT ബൽറാം മന്ത്രി എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അതിനിടയ്ക്ക് VT ബൽറാം തന്നെ ഒന്നുകൂടെ കടന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ലീഗ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് കൈയൊഴിഞ്ഞേക്കും എന്ന രീതിയിൽ, തന്നെ പോലെ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ പല ഡിഗ്രികൾ കരസ്ഥമാക്കിയുള്ള തന്നെ പോലെയുള്ളവർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന രീതിയിലുള്ള ഒരു കഥ മെനയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം കൂടി ചേർന്നിട്ട് VT ബൽറാം അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ്.
നിൽക്കുകയായിരുന്നു, ഞാനാണ് അടുത്ത മന്ത്രി, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മന്ത്രി ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പുള്ള കോൺഗ്രസിന്റെ മന്ത്രി എന്ന് പറയുന്ന ഒന്ന് കെ എ തുളസി, ആദ്യമായിട്ടാണ് MLA ആവുന്നത്. സുമേഷ് അച്യുതൻ ചിറ്റൂരിൽ നിന്ന്, അദ്ദേഹം ആദ്യമായിട്ടാണ് MLA ആവുന്നത്. പിന്നെയുള്ളത് പാലക്കാട് നിന്നുള്ള രമേഷ് പിഷാരടി ആദ്യമായിട്ടാണ് MLA ആവുന്നത്. ഇത് 2 ടേമിന്റെ പരിചയ സമ്പന്നതയുണ്ട്. 3-ാം ടേമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ 3-ാം ടേമിലേക്ക് കടക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും മന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ബൽറാമിന്റെ അതിബുദ്ധി അദ്ദേഹത്തിനെ അട്ടപടലം ചതിച്ചു എന്ന് വേണം പറയാൻ. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവാൻ കഴിഞ്ഞില്ല. പക്ഷേ KC വേണുഗോപാൽ എടുത്ത വളരെ ശക്തമായിട്ട് ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, VT ബൽറാമിനെ ഒരു രീതിയിലും ക്യാബിനറ്റിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കെ എ തുളസിയെ ആദ്യഘട്ടത്തിൽ ആദ്യമായി ജയിച്ച MLA ആയ കെ എ തുളസിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നു. അതോടുകൂടി ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള ഒരു ക്ലൈം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലൈമും ബൽറാമിന് വെക്കാനുമില്ല. സ്വാഭാവികമായിട്ടും ബൽറാം ഏതാണ്ട് ഒരു ഊരാക്കുടുക്കപ്പെട്ട പോലെ ആയിപ്പോയി. ഒരു പക്ഷേ KCയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിഗണനയെങ്കിലും കിട്ടിയേന്നേക്കാം. അല്ലെങ്കിൽ ആദ്യം തന്നെ സതീശനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ ഇങ്ങനെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ചതിയോ ഒന്നും തോന്നാൻ സാധ്യതയില്ല. ഇതിപ്പോ തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നൊരു ഫീലാണ് KC വേണുഗോപാലിന് VT ബൽറാമിനോടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു MLA മാത്രമായിട്ട് 5 കൊല്ലം ഒതുങ്ങേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളുണ്ട്. സംഘടനാ തലത്തിൽ ഇപ്പോഴും ശക്തനായിട്ട് നിൽക്കുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാലാണ് സംഘടനാ ജനറൽ സെക്രട്ടറി AICCയുടെ. അതിൽ മാറ്റം വന്നിട്ടില്ല. കേരളത്തിലെ പുനഃസംഘടന നടക്കുമ്പോഴും അതിനകത്ത് KC വേണുഗോപാലിന് ശക്തമായ ഇടപെടലുണ്ടാവും. അതിലും ബൽറാമിന് വേണ്ട പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വളരെ തൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തനിക്ക് സ്വാഭാവികമായി കിട്ടിയേക്കാവുന്ന ഒരു മന്ത്രി പദം ഇല്ലാതാക്കാൻ മാത്രം ശേഷിയുള്ള ഒരാളായി VT ബൽറാം ചുരുങ്ങി എന്ന് വേണം നമുക്ക് പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള ചില അടിപൊളി നീക്കങ്ങൾ നമ്മൾ ഈ മന്ത്രിസഭയും ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാട്ടോ VP സജീന്ദ്രൻ എന്ന് പറയുന്നത്. VP സജീന്ദ്രൻ കുന്നത്തുനാട് നിന്ന് പലതവണ MLA ആയിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പരിഗണിക്കപ്പെടേണ്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിനോടും ഇതേപോലെ തന്നെ ഈ KC ഗ്രൂപ്പിന് ഒരു വല്ലാത്ത ദേഷ്യം തോന്നുന്നു. അദ്ദേഹം KCയുടെ കൂടെയാണ് എന്ന് പറയുകയും VD സതീശന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ക്ലെയിമിൽ നിന്ന് KC വേണുഗോപാൽ പുറത്തു വന്നു. ഞാൻ ഒരു പാർട്ടിക്കാരനാണ്, പാർട്ടിക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെട്ടെങ്കിലും രമേശ് ചെന്നിത്തലയെ പോലെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൽ ഇപ്പോഴും ഒരു മുറിവേറ്റ ഒരു നേതാവുണ്ട്. അതെങ്ങനെ പ്രതികരിക്കും, ഏതൊക്കെ രീതിയിൽ ഇതിനെ വട്ടം കറക്കും എന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബൽറാമിൻ്റെ കഥ അല്ലെങ്കിൽ ബൽറാമിൻ്റെ രീതി എല്ലാവർക്കും ഒരു അനുഭവമാവട്ടെ. നമ്മൾ ഉറച്ചു നിൽക്കുക. എന്തിൻ്റെ കൂടെയാണോ അതിൻ്റെ കൂടെ. ഇപ്പോൾ കണ്ടവനെ അക്കരെ പച്ച കണ്ട് ചാടുന്നവർക്ക് ഇതായിരിക്കും ഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. നന്ദി.